ഒരു രൂപ പോലും ചെലവില്ലാതെ ടയർ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്ന സ്ഥലം ഈ ഗ്യാപ്പ് മുതൽ ഈ ഗ്യാപ്പ് വരെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കമ്പി ഉണ്ടാവും, ഇവിടെയും കമ്പി ഉണ്ടാവും, കമ്പി ഒരു നൂലും ഉണ്ടാവും. ഇവിടെ കട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല, ഇവിടെ ഈ ഗ്യാപ്പിൽ മാത്രമേ കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ അളവെടുത്തിട്ട് ഒരു ത്രികോണത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെ പ്ലാസ്റ്റിക് കഷ്ണം മാത്രം ഒന്നും വേണമെന്നില്ല, നമുക്ക് കൈകൊണ്ട് അളവിലും പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഒഴിവാക്കിയിട്ടിട്ടുള്ള പഴയൊരു ടയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ഒരു കട്ട് പീസാണ്. അപ്പോൾ ഞാനിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ടയറിൻ്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ പേന വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ഇതേപോലത്തെ ഒരു ബ്ലേഡുമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്തിട്ട് നല്ല കൂളായിട്ട് സാവധാനം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത്. എന്നാലുള്ള ആ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ടയറാണ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് കഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ സാവധാനം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കത്തി വെച്ചിട്ട് ഈ ഒരു ടയർ മുറിക്കുമ്പോൾ ഈ ഒരു കത്തി ചൂടായിട്ട് ടയറുമോ ഒട്ടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ പച്ചവെള്ളത്തിൽ ഈ ഒരു കത്തി ഒന്ന് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടയറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട് ചെയ്യലിൻ്റെ ദൗത്യം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് ഇതേപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. സത്യം പറഞ്ഞാൽ നല്ല കണ്ണാടിയൊക്കെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അതേപോലത്തെ നമുക്ക് ഫോട്ടോ ഫ്രെയിം ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ടയർ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത് അതിലും കിടിലനാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിൻ്റെ ലാസ്റ്റുള്ള റിസൾട്ട് നമ്മളെ മനസ്സിലുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും സക്സസ് ആവും. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടാസ്ക് ഈ ഒരു ടയറിനെ തിരിച്ചിടാണ് കേട്ടോ വേണ്ടത്. അത് ഉൾട്ടാക്കി ഇടണം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം പുറത്തോട്ടും പുറഭാഗം ഉള്ളിലോട്ടും ആക്കുന്ന പോലെ നമുക്കിത് ആക്കിയെടുക്കണം. അത് ചെറുതായിട്ട് നല്ല കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിങ്ങനെ പതുക്കെ ആ ഒരു ടയറിൽ ഓരോ ഭാഗത്തു നിന്ന് കാലി വെച്ചിട്ട് ചവിട്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല ഭാഗം ഉള്ളിലോട്ടാകുന്നത് പോലെ ഈ ഒരു ടയറിനെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട്. നമ്മൾ ടയറിന് ഇതേപോലെ നമ്മൾ ഒരു പാത്രം പോലെ അല്ലെങ്കിൽ ഒരു ചട്ടി പോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്യൂബാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ട്യൂബ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്നൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടയറിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിമില്ലേ, ആ ഫ്രെയിമിനേക്കായി കുറച്ചും കൂടി വലിപ്പത്തിൽ അധികമായിട്ട് നമ്മൾ ഈ ഒരു ടയറിന് ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതവിടെ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പശയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മരത്തിൻ്റെ അടക്കം അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു ട്യൂബിൻ്റെ ഈ ഷീറ്റ് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
ഇനി നമ്മളിതാ ഒരു ഭാഗത്തു നിന്നായിട്ട് ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു അടിഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂബ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഉൾഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടയറൊന്ന് മറിച്ചിടാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിമില്ലേ, ഈ താഴ്ഭാഗത്ത് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു താഴ്ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതാ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്രെയിമിൽ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് എത്ര വണ്ണം അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് പെയിൻറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടില്ല, ഉൾഭാഗത്ത് ചെയ്യുന്നില്ല, പുറം ഭാഗം ഫുള്ളായിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ചെടി വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ ടയറൊക്കെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് അധികം പൈസ ചിലവ് ഒന്നുമില്ല, കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. മാത്രമല്ല നമ്മൾ സാധാരണ ചെടിച്ചട്ടി പോലെ ഒന്നല്ല കേട്ടോ, ഇത് ഒരുപാട് കാലം ഇത് നിലനിൽക്കും. ഇതിൻ്റെ പെയിൻറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ഒരു കൊട്ടയ്ക്ക് ഒന്നും പറ്റില്ല. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ മസ്റ്റായിട്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളെ വീട്ടിൽ ഗപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിതിൽ ഇട്ട് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെടികളൊക്കെ കുഴിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ.